കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ചർച്ച പരാജയം. ഇന്ന് നടന്ന മന്ത്രിതല വീഡിയോ കോൺഫറൻസിംഗിൽ പിരിച്ചുവിടലിനെ കമ്പനി അധികൃതർ ന്യായീകരിച്ചു. രാജ്യാന്തര തലത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടലിന് നിർബന്ധിതരാക്കിയതെന്നാണ് കമ്പനിയുടെ വാദം. കേരളത്തിന് പുറത്തും പിരിച്ചുവിട്ടിരുന്നുവെന്നും കമ്പനി നിലപാടെടുത്തു. എന്നാൽ കേരളത്തിൽ തുടരാമെന്ന നിർദ്ദേശം മന്ത്രി ബിന്ദു കൃഷ്ണ ആവർത്തിച്ചു. കമ്പനിക്ക് ഇരട്ടത്താപ്പാണെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് ഈ കമ്പനി ഇവിടെ നിലനിർത്താനുള്ള കാര്യങ്ങളാണ് ഗവൺമെന്റ് വീണ്ടും അവരുടെ കമ്പനിയിൽ മുന്നിൽ വെച്ചത്. അവസാനം ഞങ്ങളുടെ പ്രപ്പോസൽസ് പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ നിയമ നടപടികൾ എടുക്കാൻ ഫോഴ്സ്ഫുള്ളായി തീരും, ഞങ്ങൾ നിർബന്ധിതരാകും എന്നുവരെ പറഞ്ഞു. അവസാനം ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ അവരുടെ തീരുമാനം അറിയിക്കാൻ വേണ്ടി 20-ാം തീയതി കമ്പനി ഒഫീഷ്യൽസ് നേരിട്ട് കേരളത്തിലെത്താം. ഇനിയിപ്പോൾ കൊച്ചിയിൽ വരാമെങ്കിൽ തിരുവനന്തപുരത്തോ എവിടെ വേണമെങ്കിലും മീറ്റിംഗ് കൺവീൻ ചെയ്യാമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വേറെ വെർട്ടിക്കിൾസിനെ കൊണ്ടുവരാൻ അതിനുള്ള കാര്യങ്ങൾ കൂടി, അതായത് ഇതിന്റെ വർക്ക് കിട്ടേണ്ടത് മറ്റു വെർട്ടിക്കിളാണല്ലോ, അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം എന്നതടക്കം പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിർദ്ദേശങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നതാണോ കമ്പനി അധികൃതർ നൽകുന്ന സൂചന? ഇനി എന്താണ് സർക്കാരിന്റെ മുന്നിലുള്ള വഴി? രേണുക അല്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ മന്ത്രിയും ഹൈബിയുടെ സൂചിപ്പിച്ചതുപോലെ കമ്പനിക്ക് ഇരട്ടത്താപ്പ് നയം എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ചും കമ്പനി സാമ്പത്തിക നഷ്ടത, ആഗോളതലത്തിൽ വന്നിട്ടുള്ള ചില പ്രശ്നങ്ങളുടെ കാരണങ്ങൾ കൊണ്ട് സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട് കമ്പനിക്ക്. അതുകൊണ്ട് തന്നെയാണ് കമ്പനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം വന്നപ്പോഴാണ് കേരളത്തിൽ ഓഫീസ് അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കും ജീവനക്കാരെ പിരിച്ചുവിടുന്ന സാഹചര്യത്തിലേക്കും കടന്നത്. പക്ഷേ അതിൽ തിരുത്തു വരുത്തുന്ന സാഹചര്യത്തിൽ തന്നെ നിലവിൽ ഈ കമ്പനിയിലേക്ക് തന്നെ വിവിധ ഇടങ്ങളിൽ ആളുകളെ റിക്രൂട്ട് ചെയ്യുകയും ഹയർ ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഇവിടുത്തെ ആളുകളെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സാഹചര്യം ഉൾപ്പെടെ ചെയ്തുകൂടെ എന്ന കമ്പനിയോട് മന്ത്രിതല ചർച്ചയിൽ മന്ത്രി തന്നെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ അതിനവർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. അവരുടെ മറ്റ് അധികൃതരുമായും മറ്റ് വിദഗ്ധ ഉപദേശങ്ങൾക്കും ശേഷം 20-ാം തീയതി വീണ്ടും കാണാമെന്നുള്ള നിലപാടിലാണ് കമ്പനി അധികൃതർ. ആ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ കമ്പനിയിൽ കേരളത്തിൽ നിന്നുള്ള ലാഭം കണക്കാക്കുമ്പോൾ അത് നഷ്ടമായിരുന്നില്ല, കമ്പനി നഷ്ടമായിരുന്നില്ല എന്നുള്ളതും കമ്പനി അധികൃതർ കള്ളം പറയുകയാണ് എന്നുള്ള കാര്യത്തിലേക്കുമാണ് വിരൽ ചൂണ്ടുന്നത്. അതേസമയം കേരളത്തിലെ ജീവനക്കാരെ പറ്റി അവർക്ക് മറിച്ചഭിപ്രായമില്ല, മോശം അഭിപ്രായമില്ല. കേരളത്തിൽ റൺ ചെയ്തിരുന്ന കമ്പനിയെ പറ്റി മറിച്ചഭിപ്രായമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോഴും സാമ്പത്തിക പ്രതിസന്ധി അല്ല, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് കപടമായ വ്യാജമായുള്ള ഒരു കാരണം മാത്രമാണ് എന്ന് വ്യക്തമാകുമ്പോഴും എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് കമ്പനി സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ കമ്പനി അധികൃതർ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അങ്ങനെയെങ്കിൽ മറ്റു നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. അതായത് പ്രത്യേകിച്ചും ലേബർ ലോയുടെ വയലേഷനാണ്, കേന്ദ്ര ലേബർ നിയമത്തിന്റെ വയലേഷനാണ്. അതുകൊണ്ട് തന്നെ മറ്റു നിയമങ്ങളുമായി മുന്നോട്ട് പോകും. തിങ്കളാഴ്ച തൊഴിൽ മന്ത്രിയുമായി, കേന്ദ്ര തൊഴിൽ മന്ത്രിയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും എന്നുള്ള കാര്യം വ്യക്തമാക്കി. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഇത്തരം കേരളത്തിലെ വിവിധ കമ്പനികളെ, അതായത് അന്താരാഷ്ട്ര തലത്തിലും നാഷണൽ തലത്തിലുമുള്ള വിവിധ കമ്പനികളിൽ നിന്നും പിരിച്ചുവിടൽ സാഹചര്യത്തിലേക്ക് കടക്കുന്ന അത് കൂടി കണക്കിലെടുത്തുകൊണ്ട് ഓഫീസ് വെൽനസ് പോളിസി രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടുണ്ട്. അത് IT മന്ത്രാലയം, മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരുമായിട്ടും ചർച്ച ചെയ്ത ശേഷം അത് കോൺക്ലേവ് സംഘടിപ്പിച്ച് കോൺക്ലേവിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരമൊരു പോളിസി രൂപീകരണത്തിലേക്ക് പോവുകയെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. രേണുക, ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.